അപ്പോൾ ഇതാണ് കോവയ്ക്കാത്തോരൻ. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വെറൈറ്റി നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരാൻ അതെനിക്കൊരു പ്രചോദനമാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ തോരനും ഉപ്പേരിയും വ്യത്യാസം. ഉപ്പേരി പോലെയുള്ള തോരനിൽ തേങ്ങ ചേർക്കും, പിന്നെ കുറച്ച് ഡ്രൈ ആയിരിക്കും. ഉപ്പേരി ഡ്രൈ ആകണമെന്ന് നിർബന്ധമില്ല. ഞാനിവിടെ ഒരു 5-10 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ചട്ടിയിലേക്ക് ഇടുന്നു. മുളകിപ്പെടേണ്ട, അത് വീണ് പോയാൽ മുളക് എടുക്കാം. ഇത്രയിട്ട് ഒന്ന് ഷോട്ട് ചെയ്യുക. ഇതിലേക്ക് ഉരേതല വേപ്പില കൂടി ചേർക്കണം. നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കും. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം, വേണ്ടി വരാൻ വഴിയില്ല. ഈ ഉപ്പ് കൂടി ചേർത്ത് ഈ ഉള്ളിയെ ഒന്ന് യോജിപ്പിക്കണം. അധികം നേരമൊന്നും വേണ്ട കേട്ടോ, കാരണം ഇത് കളറ് മാറുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണം. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 10-20 കോവയ്ക്ക, ഏകദേശം ഒരു 1/2 കിലോയോളം കോവയ്ക്ക. 20 പോരാ, അതിനൊക്കെ കൂടുതലുണ്ട്. ഏകദേശം ഒരു 1/2 കിലോയോളം കോവയ്ക്കയുണ്ട്, നാടൻ കോവയ്ക്കയാണ്. ആ കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കണ്ട അത്രയും ഒന്നും ചൂടായി കഴിഞ്ഞാൽ ഇതുണ്ടാവണമെന്നില്ല. ഇതൊന്ന് ചെറുതായി, അപ്പോൾ ഇതൊന്ന് ഇളക്കുക നന്നായിട്ട്. കോവയ്ക്ക ഇട്ട് കൊടുത്ത ശേഷം അതിലേക്കൊരു 3 പച്ചമുളക് നരിക്കുന്നുണ്ട്. ഈ പച്ചമുളകാണ് ഞാൻ ആദ്യം ഉടനെ ഇടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ ഉള്ളി എന്നിടുമ്പോൾ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല, പകരം ഈ സമയത്തേക്ക് പച്ചമുളക് ഇടുക. ഇതിലധികം പൊടികളോ മറ്റ് സാധനങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി 1-2 സാധനങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. വെന്ത് വരുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തളിച്ചാൽ മതി കേട്ടോ. അത്രയും കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ആ ആവിയിലിരുന്ന് വെന്തു ഒന്ന് പരത്തിയിട്ട ശേഷം അടച്ചു വയ്ക്കും. ഒരു 5 മിനിറ്റ് അടച്ചിരിക്കട്ടെ, അപ്പോഴേക്കും അത് വെന്ത് വരും. കോവയ്ക്ക ഒരു പകുതി വേവിലേക്ക് എത്തുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം ഇതാക്കുക. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടണമെന്നില്ല. ഒന്നുകൂടി വെന്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ കിട്ടാൻ മതി. അതല്ല നിങ്ങൾ ജീരകമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു പകുതി വേവ് ആകുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കുക. ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ഇടണമെന്നില്ല, കാരണം ഇതൊരു നിർബന്ധമായിട്ടുള്ള സാധനമല്ല. ഇട്ട് കഴിഞ്ഞാൽ സ്വാദുണ്ടാവും എന്നുള്ള മാത്രമേ ഉള്ളൂ. ആ ജീരകത്തിൻ്റെ സ്വാദ് വരും. ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ഇടുന്നു. ഓക്കെ, ഒരു മസ്റ്റ് സാധനമൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസമുണ്ടാകും. ഇടാതെ ഇടുന്നവർ വ്യത്യാസമുണ്ടാകും. വീണ്ടും അടച്ചു വയ്ക്കും.
അപ്പോൾ കോവയ്ക്കൊക്കെ വെന്തു, കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തു വരുന്നുണ്ട്. ഞാൻ ഇതിനിടെ ഇളക്കുന്നതിനിടയിൽ ഞാനൊന്ന് ഉപ്പ് നോക്കിയിരുന്നു. അപ്പോൾ ഉപ്പ് അല്പം കുറവാണ്. ഞാനൊരു 1/4 സ്പൂൺ കൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപ്പിട്ടു ഞാൻ ഒന്ന് ഇളക്കി. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി. ഈ ഓപ്ഷൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. ഇത് അപാരമായൊരു ടേസ്റ്റ് ഇതിന് കൊടുക്കുക. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇതിനകത്ത് ചേർക്കാം. മഞ്ഞൾപ്പൊടിയൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. വേണമെങ്കിൽ അവസാനം കുരുമുളക് പൊടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഒരു 1/2 സ്പൂണൊക്കെ ചേർക്കാം, നിർബന്ധമില്ല. ഞാനിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്ന ഒരു ഓപ്ഷൻ അതാണ്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ മല്ലിപ്പൊടി നന്നായിട്ട് മൂക്കണം. മൂത്ത മണം വരും. മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങ ചെറിയത് ചേർക്കും. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത്. പക്ഷെ അത് ഒരളവല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല തേങ്ങകളും പല വലിപ്പമായി. അപ്പോൾ ഞാനിത് പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു സൈസല്ല. ഒരു അധികമല്ലാത്ത എന്നാൽ ആവശ്യത്തിനുള്ള രീതിയിലൊരു തേങ്ങ ചിരകി എടുക്കുക എന്ന് മാത്രമേ ഇതിൽ ഉദ്ദേശിക്കുന്നു. കോവയ്ക്ക അനുസരിച്ച് തേങ്ങ ചേർക്കുക. നിങ്ങൾക്കിപ്പോൾ അതിൽ കാണാം എന്തൊരു തേങ്ങ ഉണ്ട്. തേങ്ങ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. തേങ്ങ ഇതിൽ മുൻപിൽ നിൽക്കും കേട്ടോ. ഇപ്പോഴാണ് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ടോളാൻ പറഞ്ഞത്. നന്നായി ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് വീണ്ടും ഒരേത്തുള്ള വേപ്പില കൂടി ചേർക്കുന്നു. കൂടാതെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചതച്ച മുളക്, അതും കുറച്ച് ചേർക്കും. കുറച്ച് മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ചേർത്ത ശേഷം ഒന്ന് ഇളക്കുക. ഇതൊരു മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ചൂട് കുറച്ച് നേരം കൂടുതൽ നിലനിൽക്കും. അപ്പോൾ ഇതിലിരുന്ന് ഒന്ന് വേവ് ആ മുളക് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കുന്നത്. ഇളക്കി ഒന്ന് പരത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കോവയ്ക്കത്തോടെ റെഡി. അടച്ചു വയ്ക്കുക. തീർച്ചയായും ഫിനിഷ്ഡ്.